സോ ബ്രസീൽ വേഴ്സസ് തുനീഷ്യ മാച്ച്. ബ്രസീലിൻ്റെ ഇപ്പോൾ എന്താ പറയുക, ഒന്നാമത്തെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കിടിലം മത്സരം. ഓക്കെ, സെനഗലിനെതിരെയുള്ള ഒരു തണ്ടറിങ് മാച്ചിന് ശേഷം ഒരു ബ്ലണ്ടർ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ എന്നാലും ഒരു മോശം പെർഫോമൻസ് ആയിരുന്നു വെൻ കമ്പയറിങ് ഇൻ ടു സെനഗൽ മാച്ചിന് കമ്പയർ ചെയ്യുന്ന സമയത്ത്, സെനഗൽ മാച്ചിനായിട്ട് കളിച്ച ആ ഒരു ഗെയിം പ്ലേയുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് തുനീഷ്യക്കെതിരെ ഒരു മോശം പെർഫോമൻസ് ആണ് ബ്രസീൽ പുറത്തെടുത്തിട്ടുള്ളത്. സോ ബ്രസീലിന് 2 കളി അടുപ്പിച്ച് ജയിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ആൻസലോട്ടിയുടെ അണ്ടറിൽ. ഓക്കെ, അപ്പോൾ ആൻസലോട്ടിയുടെ അണ്ടറിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബ്രസീലിന് കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഇതുവരെയുള്ള ഒരു മത്സരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായതാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ മാച്ചായാലും ഒരു സമനില, ഒരു ജയം, പിന്നെ ഒരു ജയം, പിന്നെ ഒരു തോൽവി, മറ്റേ ബൊളീവിയക്കെതിരെ പരാജയം. ഇപ്പോൾ അത് വീണ്ടും 6ാമത്തെ മാച്ചിൽ ആദ്യം സെനഗലിനെതിരെ വിജയിച്ചു, പിന്നെ തുനീഷ്യക്കെതിരെ സമനിലയായി 1-1 സ്കോർ. അതും തുനീഷ്യയാണ് ആദ്യം ഗോൾ സ്കോർ ചെയ്തത്. ഓക്കെ, തുനീഷ്യ ആദ്യം ഗോൾ സ്കോർ ചെയ്തിട്ട് ബ്രസീൽ തിരിച്ച് വന്നേക്കാണ്. അതും ബ്രസീലിൽ വീണ്ടും തിരിച്ചു വരാനുള്ള ജയിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ലൂക്കാസ് പക്വറ്റ ആ ഒരു പെനാൽറ്റി എടുത്ത് പുറത്തേക്ക് അടിച്ചു. അതും അതിൻ്റെ എസ്തവാവിലിനായിരുന്നു അടിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പറയാം. ഓക്കെ, എന്തായാലും കാർലോ ആൻസലോട്ടി ഈ ഒരു ബ്രസീലിനെ ഇറക്കി വിട്ടത് ഓക്കെ ഒരു കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ്. അറിയാലോ, ബ്രസീലിനാണ് കുറേ പ്ലെയേഴ്സ് ഉണ്ട്, മാറ്റം വരുത്തി അവസാനം വേൾഡ് കപ്പിന് ഇങ്ങനെ ആവുമെന്തോ പടച്ചോനറിയാം. മാറ്റം വരുത്തി കളിക്കുകയാണ് ഇവർ. ആൻസലോട്ടി ആയാലും ടിറ്റി ആയാലും പണ്ട് 2022 വേൾഡ് കപ്പിൻ്റെ സമയത്ത് ബ്രസീലിന് ഒരു ട്രോൾ ഉണ്ടായിരുന്നു. എല്ലാവരെയും ഇറക്കി വിടുന്നൊരു പ്ലെയർ, എല്ലാവരെയും ഇറക്കി വിടുന്നൊരു ടീം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കിയിട്ടുണ്ട്. 2022 വേൾഡ് കപ്പിൽ എല്ലാ പ്ലെയേഴ്സിനും ഇറക്കിയ ഒരേ ഒരു ടീം മാത്രം അത് ബ്രസീൽ മാത്രമായിരുന്നു. സ്കൂളിലുള്ള എല്ലാ പ്ലെയേഴ്സിനും ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെയല്ല കാർലോ ആൻസലോട്ടി ഏത് പ്ലേയേഴ്സിനെ ഏതൊക്കെ പൊസിഷനിൽ ഫിറ്റ് ആവും എന്നുള്ള കാര്യം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. 6ാമത്തെ മാച്ചായിട്ടും സ്റ്റിൽ ട്രൈയിങ് ആണ്. ഓക്കെ, ഇനി നെയ്മർ വരാനുണ്ട്. നെയ്മറിൻ്റെ കാര്യം ചോദിച്ച സമയത്ത് ആൻസലോട്ടി പറഞ്ഞ റിപ്ലൈ എന്ന് പറഞ്ഞത് നെയ്മറെ ഓഫ് കോഴ്സ് 2026 വേൾഡ് കപ്പിന് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാർലോ ആൻസലോട്ടി ഇതുവരെ കൊടുക്കുന്ന റിപ്ലൈ. ഓക്കെ, അപ്പോൾ ഫിസിക്കലി ഫിറ്റാണെങ്കിൽ നെയ്മറെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ വേൾഡ് കപ്പിൽ നെയ്മർ ഫിസിക്കലി ഫിറ്റായിട്ടും കാർലോ ആൻസലോട്ടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ കളി കാണാനുള്ള ഒരു മൂഡ് പോവും ബ്രസീലിൻ്റെ. ഓക്കെ, അതൊരു സത്യമായ കാര്യമാണ്. 2026 വേൾഡ് കപ്പിൽ നെയ്മർ ആ ഒരു മഞ്ഞ കുപ്പായത്തിൽ അവിടെ നിന്ന് ബ്രസീലിൻ്റെ കൂടെ കളിച്ച് വേൾഡ് കപ്പ് നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ബ്രസീലിൻ്റെ ഓഡിയൻസ്. ഓക്കെ, നെയ്മർ ഇല്ലാതെ വേൾഡ് കപ്പ് നേടിയാലും വേൾഡ് കപ്പാണ്, 6ാമത്തെ വേൾഡ് കപ്പ് കിട്ടും, ഇല്ല എന്നല്ല പറയുന്നത്. ബട്ട് സ്റ്റിൽ നെയ്മർ വേണം. നെയ്മർ ആ ഒരു മഞ്ഞ ജേഴ്സിയിൽ തിളങ്ങുന്ന വളരെ ചുരുക്കം പേരെയുള്ളൂ. ഇപ്പോൾ എസ്തവാവില്ലൻ ബ്രസീലിയൻ ജേഴ്സിയിൽ തിളങ്ങുന്നുണ്ട്, അതുപോലെ ആ ഒരു ബ്രസീലിയൻ ജേഴ്സിയിൽ തിളങ്ങുന്ന വളരെ ചുരുക്കം പേരേ ഉള്ളൂ. കഴിവ് പൊട്ടൻഷ്യലുള്ള ക്ലബിന് വേണ്ടി കളിക്കുന്ന കുറേ പ്ലേയേഴ്സ് ഉണ്ട്, അവരെല്ലാം പറയുന്നത്. ഓക്കെ, പക്ഷേ ആ ഒരു ബ്രസീലിയൻ ജേഴ്സിയിൽ തിളങ്ങുന്ന കുറച്ച് പേരുണ്ട്, അവരെ കൺസിഡർ ചെയ്യണം. അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാണ് നെയ്മർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഇറക്കണം, അദ്ദേഹത്തെ വേൾഡ് കപ്പിൽ കൊണ്ടുവരണം. നെക്സ്റ്റ് മാർച്ചിലുള്ള ഫ്രണ്ട്ലീസിൽ അല്ലെങ്കിൽ ആ ഒരു മാർച്ചിലുള്ള ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ നെയ്മറെ ഇറക്കുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. സോ ഫിസിക്കലി ഫിറ്റാണെങ്കിൽ നെയ്മറെ നമുക്ക് മാർച്ചിൻ്റെ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലിയിൽ കാണാം. ഓക്കെ, മാർച്ചിൽ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി കണ്ടില്ലേ പിന്നെ നോക്കണ്ട, പിന്നെ വേൾഡ് കപ്പിൽ നോക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്കറിയില്ല, എന്തായാലും നെയ്മർ ആയതുകൊണ്ട് ചിലപ്പോൾ മേ ബി ഒരു കൺസിഡറേഷൻ കൊടുക്കുമായിരിക്കും. എന്തായാലും ഈ മാച്ചിലോട്ട് വരാം. തുനീഷ്യക്കെതിരെ ആൻസലോട്ടി ഇറക്കി വിട്ടത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ്. ഗോൾ കീപ്പർ ബെൻഡോയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി ആലീസൺ പരിക്കാട്, എഡേഴ്സൺ കഴിഞ്ഞ മാച്ചിൽ ഇറക്കി. അപ്പോൾ ഈ ഒരു മാച്ചിൽ അൽ നസറിൻ്റെ ബെൻഡോനെയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. സെൻറ്റർ ബാക്കായിട്ട് മാർക്കിന്യോസും പിന്നെ അതുപോലെ നെതർ മിലിറ്റാവോ ആയിരുന്നു. കാരണം ഗബ്രിയേൽ മെഹല്ലസ് ഇഞ്ചുറി ആയി പോയി. സോ അതുകൊണ്ട് തന്നെ എദർ മിലിറ്റാവോ ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. റൈറ്റ് ബാക്കായിട്ട് വെസ്ലിയും ലെഫ്റ്റ് ബാക്കായിട്ട് ഹെൻഡ്രിക്ക് ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, അലക്സാന്ദ്രോ അല്ല. പിന്നെ മിഡ്ഫീൽഡേഴ്സായിട്ട് ബ്രൂണോ ഗെയ്മറസും കസമീറോയും തന്നെ, പിന്നെ വിനി, റോഡ്രിഗോ, എസ്തവാവോ, പിന്നെ അതുപോലെ തന്നെ മാത്യൂസ് കുഞ്ഞ, ഇവർ 4 പേരും തന്നെയായിരുന്നു ആ ഒരു ഫ്രണ്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. സോ എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് തുനീഷ്യ തൂക്കി എന്നാ അറ്റാക്കായിരുന്നു അവർ. തുനീഷ്യയാണെങ്കിൽ ഓപ്പോസിറ്റ് നിന്നെങ്കിൽ ഹൈ ലൈൻ ഡിഫൻസ്, അതായത് 5 പേരുടെ ഡിഫൻസും വെച്ചിട്ടാണ് അവരിറങ്ങിയിട്ടുണ്ടായിരുന്നത്. 2 സ്ട്രൈക്കറേയും വെച്ചു, 5 ഡിഫൻഡേഴ്സും വെച്ചു. വിങ്ങേഴ്സിനെ അങ്ങോട്ടും 2 സൈഡിൽ ലെഫ്റ്റിലും റൈറ്റിലും വിങ്ങേഴ്സിന് കയറി വരാൻ കാപ്പബിൾ ആയിട്ടുള്ള രീതിയിൽ അങ്ങനെയായിരുന്നു തുനീഷ്യ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ തുനീഷ്യ ഫസ്റ്റ് ഹാഫ് തൂക്കി, അതായത് ഫസ്റ്റ് 23ാമത്തെ മിനിറ്റിലാണ് ഫസ്റ്റ് തുനീഷ്യയുടെ ഗോൾ വരുന്നത്. അതുവരെ തുനീഷ്യയുടെ അറ്റാക്കായിരുന്നു. ബ്രസീലിൻ്റെ അറ്റാക്കുണ്ട്, പക്ഷേ തുനീഷ്യയുടെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഷാർപ്നെസ് വരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള അറ്റാക്കുകളായിരുന്നു. അത് കിടിലനായിരുന്നു. തുനീഷ്യ തൂക്കി ഫസ്റ്റ് ഹാഫിൽ ആ ഒരു സമയങ്ങളിൽ. അങ്ങനെ ഫൈനലി അവർക്ക് 23ാമത്തെ മിനിറ്റിൽ അവരുടെ നമ്പർ 9 സ്ട്രൈക്കറിലൂടെ അവർ ഫസ്റ്റ് ഗോള് സ്കോർ ചെയ്തു. ഫസ്റ്റ് ആ ഒരു ബ്രേക്ക് ത്രൂ അവർക്ക് കൊണ്ടുവരാൻ പറ്റി. ഞാനത് ആ ഒരു ഗോൾ കണ്ടപ്പോൾ പോയി എന്ന് വിചാരിച്ചു, കാരണം ബ്രസീൽ കളിക്കുന്നില്ല. ഓക്കെ, പിന്നെയാണ് ബ്രസീലിൻ്റെ തിരിച്ചുവരവ്. എസ്തവാവോ വില്ലൻ ഇന്നത്തെ മാച്ചിലെ ഏറ്റവും ടോപ്പായിട്ട് ബ്രസീൽ കളിച്ചത് എസ്തവാവോ വില്ലനാണ്. അതാണ് പറഞ്ഞത്, മഞ്ഞ ജേഴ്സിയിൽ തിളങ്ങുന്ന വളരെ കുറച്ച് പേരുള്ള കുറച്ച് പേർക്ക് ആ ഒരു ഭാഗ്യം കിട്ടാറുള്ളൂ.
ഓക്കെ, എസ്തവാ വില്ലൻ ഇപ്പോൾ 5 മാച്ച് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു, 5 ഗോൾ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. വിനി ജൂനിയർ അദ്ദേഹത്തിൻ്റെ അത്ര പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയറാണ് വിനി ജൂനിയർ. പക്ഷേ വിനി ജൂനിയർ ഇതുവരെ 6-7 ഗോൾ മാത്രം സ്കോർ ചെയ്തിട്ടുള്ളൂ. എത്ര മാച്ച് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു? 40ൻ്റെ അടുത്ത മത്സരങ്ങളിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അതാണ്, ആ മഞ്ഞ ജേഴ്സിയിൽ തിളങ്ങുന്നവർ വളരെ കുറച്ചുള്ളൂ. അപ്പോൾ അവരെ മാക്സിമം ടീമിലോട്ട് എടുക്കുക. അവർക്ക് ആ ഒരു കോൺഫിഡൻസ് മഞ്ഞ ജേഴ്സിയിൽ ബ്രസീലിയൻ ടീമിന് വേണ്ടി ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കും. എസ്തവാ വില്ലൻ ഈസ് എ പെർഫെക്റ്റ് പ്ലെയർ. ഓക്കെ, മറ്റേ വില്ലനല്ല, അദ്ദേഹം ഹീറോയാണ് ബ്രസീലിൻ്റെ എന്നൊക്കെ പറയുന്നത് പോലെ എസ്തവാ വില്ലൻ കഴിഞ്ഞ മാച്ചിൽ പിച്ച് ആൻഡ് പെർഫെക്റ്റ് ആയിരുന്നു. ഫ്രം ദ മിനിറ്റ് 1, ഒന്നാമത്തെ മിനിറ്റ് തൊട്ട് അദ്ദേഹം കിടിലം കളിയായിരുന്നു. ഓക്കെ, അങ്ങനെ അദ്ദേഹം എസ്തവാ വില്ലൻ്റെ ഒരു ഫ്രീ കിക്കിൽ, അതായത് ബ്രസീലിന് ആ ഒരു കോർണർ സൈഡിൽ, റൈറ്റ് കോർണർ സൈഡിൽ നിന്ന് ബ്രസീലിനൊരു ഫ്രീ കിക്ക് കിട്ടുന്നു. ഫ്രീ കിക്ക് എസ്തവാ വില്ലൻ അടിക്കുന്നു. ആ അടിക്കുന്നതിനിടയിൽ എതിർ മിലിറ്റാവ് ഹെഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഓക്കെ തുനീഷ്യയുടെ ഒരു ഡിഫൻഡറിൻ്റെ കൈ തട്ടി. ഓക്കെ, ആ സമയത്ത് മാത്യൂസ് കുഞ്ഞ അവിടെ വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ മാത്യൂസ് കുഞ്ഞയുടെ ഇതിൻ്റെ വീഴ്ച വലിയ ഫൗളൊന്നും അല്ല. പക്ഷേ റഫറി ചെക്ക് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് വാർ ചെക്ക് ചെയ്യാനുള്ള അവസരം കൊടുത്തു. ചെക്ക് ചെയ്ത സമയത്ത് അവിടെ ഹാൻഡ് ബോൾ ഉണ്ട്. അത് അറ്റാച്ച്ഡും ഒന്നും അല്ല കേട്ടോ, അത് കണ്ടാൽ തന്നെ അറിയാം. ആ ഒരു ബോൾ അദ്ദേഹം ഹെഡ് ചെയ്യുന്നതിൻ്റെ പകരം കൈ കൊണ്ട് തട്ടിയിട്ടൊക്കെയാണ്, ഇവിടെയാണ് അത് കൊണ്ടിട്ടുള്ളത്. സോ അത് അറ്റാച്ച്ഡൊന്നുമല്ല, ബോഡിയോട് അറ്റാച്ച്ഡ് ചെയ്ത് വെച്ചിട്ടൊന്നുമല്ല. സോ അത് പെനാൽറ്റി തന്നെയാണ്. പെനാൽറ്റി കിട്ടി എസ്തവാ വില്ലൻ. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, എസ്തവാ വില്ലൻ എന്ന് പറയുന്നത് വെറും 18-19 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പയ്യനാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മേളിലാണ് ആ ഒരു പ്രഷറുള്ളത്. ബ്രസീലിൻ്റെ പെനാൽറ്റി എടുക്കുക എന്ന് പറയുന്നത് സംഭവം ഗോൾ കീപ്പറും ആ ഒരു പെനാൽറ്റി എടുക്കുന്ന ആളും മാത്രമേ ഉള്ളൂ എന്നുള്ളെങ്കിൽ നല്ല പ്രഷറാണ് പെനാൽറ്റി എടുക്കുന്ന ആൾക്ക്. ഓക്കെ, സേവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പോയി. ഓക്കെ, അപ്പോൾ അത്രയും പ്രഷറാണ് എസ്തവാ വില്ലൻ്റെ മേലിലുള്ളത്. ഓക്കെ, ഇത് ഞാൻ പറയാൻ കാരണം ആ രണ്ടാമത്തെ പെനാൽറ്റിയുടെ റീസണാണ്, അതിലൂടെ ഞാൻ വരാം. അങ്ങനെ എസ്തവാ വില്ലൻ ആ പ്രഷറൊന്നുമില്ല, അദ്ദേഹം വളരെ കൂളായിട്ട് ആ ഒരു റൈറ്റ് ടോപ്പ് കോർണറിലോട്ട് അടിച്ച് കയറ്റുന്നു. പവർഫുൾ പെനാൽറ്റി അടിച്ച് കയറ്റുന്നു, അത് ഗോളാവുന്നു. 1-1 സ്കോർ ആവുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ. പിന്നെ സെക്കൻഡ് ഹാഫിൽ കാർലോ ആൻസലോട്ടി കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. ലൂയിസ് എൻട്രിക്കേനെ കൊണ്ടുവന്നു, പിന്നെ അതുപോലെ തന്നെ ലൂക്കാസ് പക്കേറ്റയെ കൊണ്ടുവന്നു, വിക്ടർ റോക്കിനെ കൊണ്ടുവന്നു. പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കർ ഇല്ലാതെയാണ് ബ്രസീൽ കളിക്കുന്നത്. മാത്യൂസ് കുഞ്ഞയും വിനി ജൂനിയറാണ് സ്ട്രൈക്കറായിട്ട് കളിക്കുന്നത്. സോ വിക്ടർ റോക്കിനെ കൊണ്ടുവന്നു മാത്യൂസ് കുഞ്ഞയ്ക്ക് പകരം. അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കാർലോ ആൻസലോട്ടി. അങ്ങനെയാണ് ബ്രസീലിന് സെക്കൻഡ് ഹാഫിൽ ബ്രസീലിന് നല്ല അറ്റാക്കുകൾ ഉണ്ട് കേട്ടോ, ഇല്ല നല്ല ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള നല്ല അറ്റാക്കുകൾ ഉണ്ട്. വെൻ കമ്പാരിങ് ടു സെനഗൽ, അതാണ് ഞാൻ പറഞ്ഞ ഒരു മോശം പെർഫോമൻസ് ആണ്. വിനി ജൂനിയർ നല്ല ചാൻസ് ഉണ്ട്. ഇവരുടെ ഒക്കെ ഒരു പ്രശ്നം, വിനി ജൂനിയർ റോഡ്രിഗോൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഫൈനൽ തേർഡിൽ പാസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. എസ്തവാ വില്ലൻ ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് കസമീറൊക്കെ ഒരു ഷോട്ട് വെറുതെ അടിച്ചു വിട്ടിട്ടുണ്ട്, പറത്തി വിട്ടിട്ടുണ്ട്. വിനി ജൂനിയറിന് എസ്തവാ വില്ലന് കൊടുക്കാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്, അതും കൊടുത്തില്ല. ഓക്കെ, റോഡ്രിഗോൻ്റെ 2-3 നല്ല ഷോട്ടുകളായിരുന്നു. പക്ഷേ തുനീഷ്യയുടെ ഹൈ ലൈൻ ഡിഫൻസിൽ അവന്മാർ ബ്ലോക്ക് ചെയ്ത് വിടുകയാണ്. 3, 4, 5 പേരാണ് അവന്മാർ അവിടെ നിൽക്കുന്നത്. അവന്മാർക്ക് എങ്ങനെയെങ്കിലും ബ്രസീലിനായിട്ട് വിജയിക്കണം, അല്ലെങ്കിൽ സമനില നേടണം, ആ ഒരു മൈൻഡ് സെറ്റിലാണ് അവന്മാർ അറിഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെയൊക്കെ ആയിരുന്നു അത്. പിന്നെയാണ് എനിക്ക് തോന്നുന്നു വെസ്ലിയെന്ന് തോന്നുന്നു ആ ഒരു ലെഫ്റ്റ് ബാക്കിൻ്റെ ആ ഒരു സൈഡിൽ നിന്നും പുറകിൽ നിന്ന് വലിച്ചിട്ടിട്ട്, ടാക്കിൾ ഫ്രം ബിഹൈൻഡ് പുറകിൽ നിന്ന് വലിച്ചിട്ടിട്ട് അദ്ദേഹം എന്താ പറയുക, ഒരു അറ്റാക്കിൻ്റെ ഇടയിൽ വെസ്ലിക്ക് ആ ഒരു ബോൾ കിട്ടി. അദ്ദേഹം പുറകിൽ നിന്ന് തുനീഷ്യയുടെ ഡിഫൻഡർ ഒറ്റ വലിച്ചു. വെസ്ലി അവിടെ തന്നെ വീണു. ആ ഒരു പെനാൽറ്റി എടുക്കുന്ന ആ ഒരു കോൺട്രവേഴ്സി. ഓക്കെ, എസ്തവാ വില്ലൻ അവിടെ ഗ്രൗണ്ടിലുണ്ട്. ലൂക്കാസ് പക്കേറ്റ് നല്ലൊരു പെനാൽറ്റി ടേക്കറാണ്. അപ്പോൾ എസ്തവാ വില്ലൻ എടുക്കാൻ നിൽക്കായിരുന്നു. അപ്പോൾ മാർക്കിനോസ് വന്ന് പറഞ്ഞു എസ്തവാവിനോട് ഇത് ലൂക്കാസ് പക്കേറ്റ് എടുക്കാതെ. എസ്തവാ വില്ലൻ അതങ്ങനെ അനുസരിച്ചു. കാർലോ ആൻസലോട്ടി പറഞ്ഞത്, അതിനുള്ള റിപ്ലൈ പറഞ്ഞത്, എസ്തവാ വില്ലൻ എന്ന് പറയുന്നത് വളരെ പ്രായം കുറഞ്ഞൊരു പയ്യനാണ്. സോ അദ്ദേഹത്തിൻ്റെ മേലിൽ ഇത്രയധികം പ്രഷർ ഇടണ്ട. ഓൾറെഡി ഒരു പെനാൽറ്റിയുടെ പ്രഷർ കൊടുത്തു, ഇനിയൊരു പെനാൽറ്റി കൊടുത്ത് അഥവാ മിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിനെ അത് ബാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഇത്രയും പ്രഷർ ഇടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ലൂക്കാസ് പക്കേറ്റ് കൊടുത്തത്. പക്കേറ്റ് ഒരു നല്ലൊരു പെനാൽറ്റി ടേക്കർ തന്നെയാണ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അത് ഗോളായില്ല. പക്ഷേ അതൊരു മാച്ച് വിന്നിങ് ഗോളാവേണ്ടതായിരുന്നു എന്നുള്ളതാണ് അവിടെ ഒരു പ്രശ്നമുള്ളത്. ഓക്കെ, അപ്പോൾ ലൂക്കാസ് പക്കേറ്റ് ആ ഒരു പെനാൽറ്റി എടുക്കുന്നു. അദ്ദേഹം പുറത്തോട്ട് അടിച്ചു വിടുന്നു, ബാറിൻ്റെ മുകളിലൂടെ അടിച്ചു വിടുന്നു 28ാമത്തെ മിനിറ്റിൽ എങ്ങാണ്ടല്ലേ. സോ അതായിരുന്നു ബ്രസീലിൻ്റെ ഒരു ക്രൂഷ്യൽ കാര്യം എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫിൽ പിന്നെ അങ്ങനെ അധികം അറ്റാക്കുകൾ വന്നില്ല. ബ്രസീൽ കുറച്ചും കൂടി കളി സ്ലോ ഡൗൺ ചെയ്തു, അവന്മാരുടെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയായിരുന്നു ഇന്നത്തെ മാച്ചിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി, ഇതൊരു പ്രോപ്പർ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷേ സെനഗലിനെതിരെ അത് ടോപ്പായിരുന്നു, ഒരു വേൾഡ് കപ്പ് മാച്ച് പോലെയായിരുന്നു. സോ ബ്രസീൽ ഇനി നെക്സ്റ്റ് ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലിക്ക് നമുക്ക് കാണാം. ഇന്നത്തെ മാച്ചിൽ 21 ഷോട്ട് ബ്രസീൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, വെറും അതിൽ 3 മാത്രമാണ് ഓൺ ടാർഗറ്റ് ചെയ്തത്. ബാക്കിയൊക്കെ ഷോട്ട് ബ്ലോക്ക് ചെയ്യുക, ഡിഫെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്തോട്ടായിരിക്കും. അവന്മാരാകെ ഈ ഷോട്ട് മാത്രമേ അടിച്ചുള്ളൂ, 2 ഓൺ ടാർഗറ്റാണ്. ഓക്കെ, സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല ഒരു ചാൻസ് കിട്ടിയിരുന്നു തുനീഷ്യയുടെ അറ്റാക്കേഴ്സിന്. അവർ നല്ലപോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് തുനീഷ്യ. ഒരാൾ പോലും നമുക്കൊരു ഫെമിലിയർ ആയിട്ടുള്ളൊരു പേരില്ല, പക്ഷേ അവന്മാരൊരു ആസ് എ ടീം അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രസീലിൽ നമുക്ക് കുറേ
ബിഗ് ക്ലബ്സിൽ കളിക്കുന്ന കുറേ പ്ലേയേഴ്സ് ഉണ്ട്. വിനി ജൂനിയർ, റോഡ്രിഗോ, എസ്തവാവോ, കെസമീറോ, മാർക്കിന്യൂസ്, എദർ മിലിറ്റാവോ, അങ്ങനെ ബ്രൂണോ ഗിമറസ്, വലിയ വലിയ ബിഗ് ക്ലബ്ബിലുള്ള ആൾക്കാരെ ഇവർ കമ്പാരിറ്റീവ് കുറവാണ്. ചില പ്രീമിയർ ലീഗിലെ ചെറിയ ചെറിയ ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടി കളിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു ഫെമിലിയർ ആയിട്ടുള്ളൊരു നെയിം പോലും തുനീഷ്യയിലില്ല. പക്ഷേ അത് അവർ കളിക്കുന്ന കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഓപ്പോസിറ്റുള്ള ടീമിനനുസരിച്ച് ഇവിടെ ടീം ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ടീമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ടീമിനെയും പൂട്ടാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു തുനീഷ്യയുടെ മാച്ചിൻ്റെ എതിരെ നമ്മൾ കണ്ടത്. തുനീഷ്യയുടെ ഈ ഒരു മാച്ചിൻ്റെ ഇത് കണ്ടത്. സോ നമുക്കിനി അടുത്ത ബ്രസീലിൻ്റെ നെക്സ്റ്റ് മാർച്ചിൽ ഇൻ്റർനാഷണൽ ഫണ്ടിലേക്ക് നോക്കാം. നെയ്മർ വരും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു, ആ ഒരു മാർച്ച് ഇൻ്റർനാഷണൽ ഫണ്ടിലേക്ക്. സോ താങ്ക് യു സോ മച്ച്.